മാത്തച്ഛൻ ചേട്ടാ, ഇതാ ഈ വണ്ടിക്ക് എന്ന് റിപ്പയറാ. അതുകൊണ്ടാ മാത്തച്ഛൻ ചേട്ടനോട് തന്നെ വരണമെന്ന് പറഞ്ഞത്. അങ്ങനെ വലിയ പണിയൊന്നുമില്ല, ഉടനെ തീർത്തേക്കാം. കൊച്ചമ്മേ, എനിക്ക് ലക്ഷ്മിയെ കൂട്ടി ഡോക്ടറെ പോകണമായിരുന്നു. ഞാൻ രാവിലെ ഇങ്ങ് വരാം. ലക്ഷ്മിക്ക് വിശേഷം എന്തെങ്കിലും? വിശേഷമൊന്നുമില്ല. രൂപ വല്ലതും? ഓ വേണ്ട കൊച്ചമ്മേ. ചേട്ടാ, ഞാൻ ഇറങ്ങട്ടെ. ചെല്ലേ. വണ്ടിയുടെ പണി കഴിഞ്ഞു, ഞാൻ പോട്ടെ. മാത്തച്ഛൻ ചേട്ടാ, വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നില്ല, ഒന്ന് നോക്കൂ. ദാ ഫോൺ ചെയ്തത് ഞാനാ സാർ. ഇവിടുത്തെ ഡ്രൈവറാ. എന്താ പേര്? നാരായണൻ. എത്ര വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു? ഒരു 2 വർഷമായി സാർ. ഇവരൊക്കെ ഇവിടെ അടുത്തുള്ള താമസക്കാരാണ്. ഡെഡ് ബോഡി ആദ്യം കണ്ടതാരാ? ഇവിടുത്തെ ജോലിക്കാരി മാധവി. അവരെവിടെ? അകത്തോട്ട്. നീ ഇവിടാണോ താമസം? കുറച്ച് അകലെയാണ്, ദിവസവും പോയിട്ട് വരികയാണ്. ഇന്നലെ നീ എപ്പോഴാ പോയത്? ഇന്നലെ കുറച്ച് നേരത്തെ പോയി സാർ. ഒരു 4-4:30 മണിയായി കാണും. നിങ്ങൾ പോകുമ്പോൾ ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആ വർക്ക്ഷോപ്പിലെ മേസ്ത്രി മാത്തച്ഛൻ ഉണ്ടായിരുന്നു സാർ. മാത്തച്ഛനോ? നിങ്ങളാണോ മാധവി? അതെ. എപ്പോഴാ ഡെഡ് ബോഡി കണ്ടത്? ഒരു ഏതാണ്ട് 6-6:30 ആയി കാണും. എത്ര വർഷമായി ജോലി ചെയ്യുന്നു? 5-6 വർഷമായി. ഇവിടാണോ താമസം? അല്ല, ദിവസവും പോയി വരിക. നല്ല ഉറക്കക്ഷണം ഉണ്ടല്ലോടാ. പകല് വർഷാപ്പും രാത്രി കൊലപാതകവും. തട്ടി പൊലയാളി മോനെ. നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യം? ഈ പിള്ളേരും കൂടി ആശ്വസിപ്പിക്കേണ്ട അമ്മച്ചി ഇങ്ങനെ തുടങ്ങിയല്ലോ. ഞാൻ സ്റ്റേഷൻ വരെ പോയി വിവരം അന്വേഷിച്ചു വരാം. അപ്പച്ചനൊന്നും സംഭവിക്കില്ല, ധൈര്യമായിട്ടിരിക്കുക. പ്രതിയെ രാവിലെ തന്നെ കസ്റ്റഡിയിൽ എടുത്തു സർ. വർക്ക്ഷോപ്പ് നടത്തുന്ന ഒരു മാത്തച്ഛൻ. ഇല്ല, കുറ്റം സംഭവിച്ചിട്ടില്ല. നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കിയുള്ളൂ. യെസ് സാർ. ഓക്കെ. കേടാ കഴിവറുടെ മോനെ, എത്ര കാലം വേണം നിന്നെ ഒന്ന് കണ്ടിട്ട്? നീ സിറ്റിയിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. കടമറ്റത്തെ സ്റ്റേഷനിൽ നിന്നും നേരെ ഇങ്ങോട്ട് തന്നെ തട്ടിയത്. നമ്മുടെ മലയപ്പുറമിൽ കുരിയച്ചനെ തലി കേസിൽ. അതൊക്കെ പോട്ടെ, നിനക്ക് എന്താണ് പരിപാടി? എന്താടാ വല്ലാതെ? നീ ഫോണിൽ പറഞ്ഞ മാത്തച്ഛന്റെ കാര്യം തന്നെ. കോയിക്കൽ സരസ്വതിയമ്മയെക്കൊന്ന് സ്വർണം മോഷ്ടിച്ച മാത്തച്ഛനുമായിട്ട് നിനക്കെന്താ കാര്യം? എനിക്ക് വേണ്ടപ്പെട്ട ആളാ. അദ്ദേഹത്തിന് ആരെയും കൊല്ലാൻ കഴിയില്ല, എനിക്ക് ഉറപ്പാ. എടാ, നീ കാണുന്ന മുഖമല്ല പലരുടെയും. ഞാൻ ഈ കള്ളന്മാരുടെ സൈക്കോളജി കുറെ പഠിച്ചതാ. കല്യാണപ്രായം എത്തി പുര നിറഞ്ഞു നിൽക്കുന്ന 4 പെമ്മക്കളെ അയക്കുള്ളത്. അപ്പൊ ഇച്ചിരി സ്വർണത്തിന് വേണ്ടി അയക്കത് ചെയ്യേണ്ടി വന്നു. ദാറ്റ്സ് ഓൾ. ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. എനിക്ക് മാത്തച്ഛൻ ചേട്ടൻ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. കൊലപ്പുള്ളിയാ? നീ എന്റെ തൊപ്പി തെറിപ്പിക്കും.
ആ മാത്തച്ഛനെ ഒന്ന് കാണിച്ചു കൊടുക്ക. താങ്ക് യു. മോനെ സണ്ണി, നീ എങ്കിലും എന്നെ വിശ്വസിക്കും. കാറ് നന്നാക്കാൻ ഞാൻ അവിടെ പോയത് സത്യമാണ്. പിന്നൊന്നും എനിക്കറിയത്തില്ല. ഇങ്ങനെ ശിക്ഷിക്കാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്റെ കർത്താവെ? അമ്മച്ചും മക്കളും ഒക്കെ. വീട്ടിലെ കാര്യങ്ങൾ ഓർത്ത് ചേട്ടൻ വിഷമിക്കണ്ട. നാളെ രാവിലെ ചേട്ടനെ ഒരു കോടതിയിൽ ഹാജരാക്കും. വേണ്ട എന്താന്ന് വെച്ചാൽ നമുക്ക് ഉടനെ ചെയ്യാം. മോനെ, ചേട്ടൻ കോയിക്കിൽ വീട്ടിൽ ചെല്ലുമ്പോ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു ഇവിടെ? കൊല്ലപ്പെട്ട ആ സ്ത്രീയും പിന്നെ ഡ്രൈവർ നാരായണൻ. ഡ്രൈവർ നാരായണോ? അതാരാ? കോയിക്ക് വീട്ടിലെ ഡ്രൈവറാ. പലപ്പോഴും വർക്ക്ഷോപ്പ് വരാറുണ്ട്. അയാൾ എവിടെ താമസം? മാർക്കറ്റിന്റെ പുറകിൽ. ഈ ഡ്രൈവർ നാരായണൻ ഞാനാ. എന്ത് വേണം? കോയിക്കൽ സരസ്വതിയമ്മയെ സ്വർണത്തിന് വേണ്ടി കൊന്ന 3 അംഗ സംഘത്തിലെ പ്രധാനി ഡ്രൈവർ നാരായണൻ. മറ്റു 2 പേരും കൂടി ഉണ്ട്. ഫുൾ ഡീറ്റെയിൽസ് ഇവൻ പറഞ്ഞുതരും. പിന്നെ ഞാനെന്നാ ഇനിയെങ്കിലും മാത്തച്ഛനെ കൂട്ടിക്കൊണ്ടു പോകാന്നല്ലേ? ഏതായാലും നാളെ കോടതിയിൽ ഹാജരാക്കുമല്ലോ. വേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. താങ്ക് യു. വെൽക്കം. എന്താ അമ്മച്ചിത്? മോനെ, നിന്നെ പോലീസുകാര് തല്ലുക വല്ലതും ചെയ്തോ? എന്റെ പൊന്നമ്മച്ചി, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേ. മാത്തച്ഛൻ ചേട്ടൻ അവരൊന്നും ചെയ്തിട്ടില്ല. കുടുംബത്തിലൊരാന്തരം ഇല്ലാത്തതിന്റെ വിഷമം മനസ്സിലായത് ഇപ്പോഴാണ്. ഞാൻ ഈ പെൺപിള്ളേര് ഇതേവരെ തീരില്ല. ഇനിയിപ്പോ ഞങ്ങളൊക്കെ ഇല്ല അമ്മച്ചി. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട്. കാപ്പി കുടിച്ചിട്ട് പോ. പിന്നെ ഇപ്പോഴാ കാപ്പി. മോനെ, ഊണ് കഴിച്ചിട്ട് അതാ നല്ലത്. വരൂ. പിന്നെ അമ്മച്ചി, മാത്തച്ഛൻ ചേട്ടനെ ഇനി എപ്പ പോലീസ് പിടിച്ചാലും സണ്ണിയെ വിളിച്ചാ മതി. വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. മഹന്തേട്ടൻ നല്ല ഡീസന്റ് പാർട്ടിയല്ലേ.